പൊന്നാനി തുറമുഖത്തെ മണൽ നീക്കം ചെയ്യാൻ ഡ്രഡ്ജർ എത്തി. മണൽ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. കാലങ്ങളായുള്ള മത്സ്യത്തൊഴിലാളികളുടെ മുറവിളികൾക്കൊടുവിലാണ് പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ ആഴംകൂട്ടൽ പ്രവൃത്തികളുടെ ഭാഗമായി ഡ്രഡ്ജർ എത്തിയത്. നിലവിലെ ആഴം പരിശോധിച്ച ശേഷം മണ്ണെടുപ്പ് ആരംഭിക്കും. വേലിയിറക്ക സമയത്ത് ജലനിരപ്പിൽ നിന്ന് 3.5 മീറ്റർ താഴ്ചയിലും വേലിയേറ്റ സമയത്ത് 4.5 മീറ്റർ താഴ്ചയും ആഴം കണക്കാക്കിയാണ് ഡ്രഡ്ജിംഗ് നടക്കുക. ഇതോടൊപ്പം അഴിമുഖത്ത് സൗണ്ടിംഗ് സർവേയും നടക്കും. നിലവിലെ ആഴവും മണ്ണിൻ്റെ ലെവലും പരിശോധിച്ച് അടയാളപ്പെടുത്തും. പിന്നീട് ആഴം കൂട്ടൽ കഴിഞ്ഞാലും സമാനമായ പരിശോധനയുണ്ടാകും. 2 സർവേകളുടെ കണക്കും പുറത്തെടുക്കുന്ന മണ്ണും കണക്കുകൂട്ടിയാണ് ആഴം കൂട്ടലിൻ്റെ തോത് ഉറപ്പാക്കുക. ഹൈഡ്രോളിക് ഉദ്യോഗസ്ഥരുടെ ആദ്യ സർവേ കഴിഞ്ഞാലുടൻ മണ്ണെടുപ്പ് തുടങ്ങും. അടുത്തയാഴ്ച ഡ്രഡ്ജർ പുഴയിലിറക്കി പണി തുടങ്ങും. സർവേ റിപ്പോർട്ട് ഹാർബർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് കൈമാറും. 6.37 കോടി രൂപ ചെലവിലാണ് ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾ നടക്കുന്നത്. ഫെബ്രുവരി മുതൽ മെയ് മാസം വരെ ആദ്യഘട്ട ഡ്രഡ്ജിംഗ് നടക്കും. തുടർന്ന് മഴ കഴിഞ്ഞാൽ ആഴം വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികൾ പുനരാരംഭിക്കും. പൊന്നാനി അഴിമുഖത്ത് മണൽ അടിഞ്ഞുകിടക്കുന്നത് മൂലം മത്സ്യബന്ധന യാനങ്ങൾക്ക് ഭീഷണിയാണ്. നേരത്തെ തകർന്ന വള്ളങ്ങളുടെ അവശിഷ്ടങ്ങളും അഴിമുഖത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത് യാനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സമാവുകയാണ്. കൂടാതെ വേലിയിറക്ക സമയത്ത് ബോട്ടുകൾ മണ്ണിൽ തട്ടുന്നതായും ആക്ഷേപമുണ്ട്. 4 വർഷം മുമ്പ് ഹാർബർ പ്രദേശത്ത് ഹൈഡ്രോഗ്രാഫിക് സർവേ നടന്നിരുന്നു. അന്നത്തെ അതേ തോതിൽ തന്നെയാണ് ഇപ്പോഴും പുഴയുടെ ആഴമെന്നാണ് പ്രാഥമിക നിഗമനം. ആഴംകൂട്ടൽ നടക്കുന്നതോടെ കാലങ്ങളായുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരമാകും. NCV ന്യൂസ് പൊന്നാനി. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.